Hello friends, Assalamualaikum. Welcome back to another video of Mom's Cookery Hub. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല തനി നാടൻ കുഞ്ഞിമത്തി മുളക് കറിയായിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനെ അവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പം അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അത്രയും. ഇനി നമുക്കിതിലേക്ക് കടുകും അതുപോലെ ഉലുവയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കുഞ്ഞിമത്തി നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണല്ലേ. നല്ല ടേസ്റ്റാണ് ഇതിനെ കൊണ്ട് മുളക് കറിയും അതുമൊക്കെ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുന്ന കപ്പയും മത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഞാനിതിപ്പം കടുവും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും അതുപോലെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് പൊട്ടിക്കിട്ടിട്ടുണ്ടായിരുന്നു കടുക്. കരിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി എത്ര ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് കേട്ടോ നീളത്തിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്തിട്ടുള്ളത് ഒരു ഉള്ളിയാണ്. ഒരു മീഡിയം സൈസ് ഉള്ളി ഞാൻ ചെറുതായി തന്നെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു മിക്സ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ഇടാറില്ല. ഞാൻ ഒരു പാത്രത്തിലേക്ക് കലക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 2 ടീസ്പൂണിൻ്റെ അത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അത്രയും മഞ്ഞൾപ്പൊടിയും, പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അത്രയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇടുമ്പോൾ നല്ലൊരു കട്ടിയുള്ള ഒരു മുളക് കറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ദോശയുടെ കൂടെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചോറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കട്ടിയുള്ള മുളക് കറി. ഈ കുഞ്ഞിമത്തി മുളക് കറി പ്രത്യേകിച്ചിട്ട് നല്ലൊരു കുറുകിയിട്ടുണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നോർമലി വീട്ടിൽ ചട്ടീൻ്റെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. മുന്നേ എൻ്റെ കയ്യിൽ ഒരുപാട് ചട്ടിയൊക്കെ പൊട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. നമ്മളുടെ വാടി വന്നിട്ടുള്ള ഉള്ളിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ചെറുതായി അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടുന്നേരം നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് മുളക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ നമ്മളാക്കി വെച്ചിട്ടുള്ള മുളക് പൊടിയുണ്ടൊക്കെ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം തക്കാളിയൊക്കെ നല്ലോണം മാഷായി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം നല്ലോണം. ഇനി നമുക്ക് ഇത് കലക്കി ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് മിക്സാക്കിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം 1/4 ഗ്ലാസ് വെള്ളത്തിൽ അത്രേ ഉണ്ടാകത്തുള്ളൂ. അതും കൂടി നമുക്ക് ഒഴിച്ച് നല്ലോണം മിക്സാക്കി എടുക്കാം.
അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളക്കാനായിട്ട് വെക്കാം. അപ്പോൾ തിളച്ച് വന്നപ്പോൾ കുറച്ച് വെള്ളം കുറവ് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ച് കട്ടിയുള്ള പുളിയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇവിടെ കുറച്ച് നല്ല പുളിയോട് കൂടിയുള്ള മുളക് കറിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെ കുഞ്ഞുമത്തി നല്ലോണം മുറിച്ച് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അധികം നമ്മൾ സ്പൂണിട്ട് ഇളക്കി കൊടുക്കരുത്. ഒന്ന് ചെറുതായി ഒന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് നേരം നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് കൂടുതൽ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്ന് ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ആവുമല്ലോ ഈ മത്തി നമ്മൾ മുളക് കറിയൊക്കെ. അതുകൊണ്ട് തന്നെ അധികം സ്പൂൺ ഇടരുത് കേട്ടോ. ഒന്ന് ഇളക്കി എടുത്ത് മാത്രം മതി. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം മാത്രമേ വേണ്ടൂ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മളുടെ മത്തിയൊക്കെ നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മളുടെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി മുളക് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറ്റുള്ള വീഡിയോസൊക്കെ പോയി കാണുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.